താലി. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. വീർപ്പിച്ചു കെട്ടിയ മുഖവുമായി നടക്കുന്നവനെ കാണുന്നുണ്ടെങ്കിലും അവനിലേക്ക് നോട്ടം പോകാതെ എങ്കിൽ അവന്റെ ഭാവാഭിനയം അല്പം പോലും ചോരാതെ കാണുന്നവളെ നോക്കിയിരുന്നു പോയി അച്ചമ്മ. ഇടയ്ക്കെപ്പോഴും അച്ചമ്മയിലേക്ക് കണ്ണുകളെത്തിയപ്പോൾ കണ്ടു നോട്ടം വേറെ എവിടെയുമല്ല തന്റെ നേർക്കാണെന്ന്. കുഞ്ഞൊരു വെപ്രാളത്തിനുമപ്പുറം ഇരു കണ്ണും ചിമ്മിയവൾ അതിനെ മറച്ചു പിടിച്ചു. അതിന് മറുപടി എന്ന പോലെ ഒന്ന് തലയാട്ടി അവളുടെ ചെവിയിൽ ഒരു കുഞ്ഞു കിഴുക്കം കൊടുത്ത് മായയുടെ വിളിയിൽ മറുപടി കൊടുത്തുകൊണ്ട് അച്ചമ്മ അടുക്കളയിലേക്ക് പോയി. എല്ലാവരും കഴിച്ചു പോയിരുന്നു. സാധാരണ സഹിയാണ് ഒപ്പമിരിക്കാറ്. ഇന്നിപ്പോ കുറച്ചു മുന്നേ എടുത്ത ഫോട്ടോസ് ലാപ്പിലാക്കി കാണിക്കുന്ന കണ്ടപ്പോൾ ഇറങ്ങി ഓടിയതാണ് കക്ഷി. അമ്മയും സതിയമ്മയും പാലട പകരുന്നു. കഴിച്ചെഴുന്നേറ്റതും അതുവരെ ഹാളിലിരുന്ന് ഫോട്ടോ കാണിച്ചവരൊക്കെ സിറ്റൗട്ടിലേക്ക് പോകുന്ന കണ്ടു. അറിയാതെ ചിരിച്ചുപോയി. വീട്ടിൽ പുഞ്ചിരിയിൽ നോക്കിയത് ശ്രീയുടെ മുഖത്തേക്കാണ്. കയ്യിലിരിക്കുന്ന ജഗ്ഗും ഗ്ലാസും കണ്ടപ്പോൾ മനസ്സിലായി ആള് വെള്ളമെടുക്കാൻ വന്നതാണെന്ന്. മറച്ചു പിടിക്കാതെ പുഞ്ചിരിയുടെ ഒരു ഭാഗം അവനും പകർന്നു നൽകിയവൾ അകത്തേക്ക് പോയി. ഇത്രയും മനോഹരമായി ഇവൾക്ക് ചിരിക്കാൻ അറിയുമോ? പിന്തുടർന്നു പോയ കണ്ണുകൾ ഒരുപക്ഷെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പോയതാകും. ശ്രീയേട്ടാ, സഹിയുടെ വിളിയാണ് ചിന്തകളെ പാതി വഴിയിൽ പിടിച്ചു നിർത്തിയത്. ഏട്ടനിത് എന്താലോചിക്കുക? അത് ഞാൻ വെള്ളം. എങ്കിൽ പിന്നെ വെള്ളം കുടിച്ചൂടെ? എത്ര നേരമായി എടുത്തു വെച്ചോണ്ട് നിൽക്കുന്നു. വെള്ളം കുടിക്കുന്നതിനിടയിലും ചിന്തയിൽ മിത്തു മാത്രമായിരുന്നു. ഇതിനിടയിൽ സ്നേഹയുടെ ഫോൺ ഒന്ന് രണ്ടെണ്ണം വന്നുപോയി. ഏതൊക്കെയോ പ്രോജക്റ്റ്, പ്രസന്റേഷൻ, കൊളാബറേഷൻ ഒക്കെ മൊത്തം ആകെ പുക തന്നെ. ഒക്കെ കേട്ടോണ്ടിരുന്നു. വളരെ ഇൻട്രസ്റ്റോടെ പറയുമ്പോൾ പിടിച്ചു നിർത്താൻ എന്തോ തോന്നിയില്ല. ഒരിക്കൽ കാത്തു സൂക്ഷിച്ചിരുന്ന സൗഹൃദമെങ്കിലും അതേ ആർദ്രതയോടെ കാത്തു സൂക്ഷിച്ചുകൂടെ എന്നൊരു ചോദ്യത്തിൽ മനസ്സുടക്കി കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ താൻ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ് സ്നേഹയ്ക്ക്. മിത്തുവാണ് പാലടയുമായി വന്നത്. ശ്രീക്ക് നേരെ ആദ്യം നീട്ടി. ആൾക്കിപ്പോൾ വലിയ പ്രിയമാണ് പായസം. അത് കാണാതിരുന്ന പോലെ അത്രയും നേരം അവിടെ ഇരുന്നവൻ ഏത് കോൾ വന്നു എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി. തലയിണയിൽ മുഖം അമർത്തി കിടക്കുമ്പോൾ ഉള്ളിലുള്ള വിഷമം പുറത്തേക്ക് വരാതിരിക്കാൻ അവൻ ആകുന്നതും ശ്രമിക്കുന്നുണ്ടായിരുന്നു. പരിഭവം ദേഷ്യമായി. ദേഷ്യം ഇപ്പോൾ സങ്കടമായി മാറിയിരിക്കുന്നു. ആരോ തോളിൽ വന്ന് തട്ടിയെന്ന് തോന്നിയപ്പോഴാണ് തല തിരിച്ചു നോക്കുന്നത്. സഹ്യ. ഓയ് ഫോട്ടോഗ്രാഫർ, എന്തു പറ്റി? ഒന്നുമില്ല. ഏയ്, അത് വെറുതെ. ഇത്രയും നേരം 1000 വാട്ടിൽ കത്തിക്കൊണ്ടിരുന്ന ബൾബ് ഷടേന്ന് ഫിലമെന്റ് അടിച്ചു പോയ പോലെ. എന്താ കാര്യം? അതെ, നിന്റെ ആ ചേട്ടൻ അമ്മൂനെ ദേവാനന്ദനാ വിളിക്കുന്നേ. ഓ, അതാണോ കാര്യം? സഹ്യ അവനെ ഒന്ന് നോക്കി. കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തരം വ്യക്തമായി മുഖത്ത് എഴുതിയിട്ടുണ്ട്. അതല്ലാതെ ഏത് മറുപടിയും ആളെ തളർത്തിക്കളയുമെന്ന് ആ കണ്ണുകൾ വിളിച്ചു പറയുന്നുണ്ട്. സഹ്യയ്ക്ക് ചെറിയൊരു കുസൃതി തോന്നി. പിന്നെ തോന്നിയ കുറുമ്പിൽ അതേ കുസൃതിയോടെ അവൾ അവനെ ഒന്ന് നോക്കി അല്പം പിറകിലേക്ക് നിന്ന് പറഞ്ഞു തുടങ്ങി. അത് പിന്നെ അപ്പുവേട്ടൻ അറിയില്ലേ? എന്ത്? അത് പിന്നെ മിത്തു ശ്രീയേട്ടനും ആകാംക്ഷ താങ്ങാതെ അവൻ അവൾക്കരികിലേക്ക് എത്തി. അവര് തമ്മിൽ ഇഷ്ടത്തില്ല. ഇഷ്ടമോ? ഞെട്ടിക്കൊണ്ട് അപ്പു നോക്കി. ആനേ. അമ്മുവിനും. സ്വരം ഇടറാതിരിക്കാൻ മാക്സിമം അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് പിന്നെ മിത്തുവിന് ആദ്യമൊന്നും ഒരഭിപ്രായം ഇല്ലായിരുന്നു. പിന്നെ എന്റെ അമ്മയും സന്തോഷങ്ങളും ബെസ്റ്റീസ് ആണല്ലോ. അപ്പോ ആ ബന്ധം ഒരിക്കലും അകലണ്ടെന്ന് കരുതി അവരങ്ങ് ഫിക്സ് ചെയ്തു. പോകെ പോകെ മിത്തുവിനും എന്റെ ഏട്ടനെ ഇഷ്ടമായി. ഇപ്പൊ രണ്ടുപേരും തമ്മിൽ മുടിഞ്ഞ വാതിലടയുന്ന ശബ്ദം കേട്ടോണ്ടാ സഹ്യ തിരിഞ്ഞു നോക്കുന്നേ. അപ്പു നിന്നെടുത്ത് ആളില്ലായിരുന്നു. ദൈവമേ, തമാശയ്ക്ക? ഇങ്ങേരിത് എവിടെ പോയി? സഹ്യ അവന് പിറകെ ഓടിയെങ്കിലും കാണുന്നത് സന്തോഷങ്ങളുടെ ബൈക്കിൽ ഗേറ്റ് കടന്നു പോകുന്നവനെയാണ്. അപ്പു ഇത് എവിടെ പോയതാ? ഒന്നും പറഞ്ഞുമില്ലല്ലോ. അറിയില്ല. സന്തോഷിന്റെ ചോദ്യത്തിൽ മായയാണ് മറുപടി കൊടുത്തത്. എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആകെ ദേഷ്യത്തിലാണെന്ന് തോന്നി. സതി അങ്ങോട്ട് പറഞ്ഞതും എല്ലാവരുടെയും മുഖത്ത് ടെൻഷൻ നിറഞ്ഞു. മോളല്ലേ പായസം കൊടുക്കാൻ പോയത്? അവൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? മായ സഹിയെ നോക്കി. അവൾ ആ ചോദ്യത്തിൽ വിളറി വെളുത്തു. എന്തു മറുപടി കൊടുക്കും? സത്യം പറഞ്ഞാൽ അമ്മയും അച്ഛനും കൂടി തന്റെ വധം നടത്തുമെന്നറിയാം. ഇല്ലമ്മേ, ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പേട്ടന് പെട്ടെന്ന് എന്തെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടാകും.
സത്യയുടെ പകർച്ച കണ്ട് മിത്തു പെട്ടെന്ന് അവളുടെ രക്ഷയ്ക്കെത്തി. ആ, അതാകും സതി ചേച്ചി. ഒരു വെപ്രാളി ചെക്കന. ഇഷ്ടം തുളുമ്പും വാക്കുകൾ പിന്നാലെ പാഞ്ഞെത്തി. എല്ലാരും പാതി നിർത്തി സംസാരം തുടർന്നതും മിത്തു സഹിയുടെ കയ്യും പിടിച്ച് ഉള്ളിലേക്ക് നടന്നു. ഹാളിലെത്തിയതും പിടിവിട്ട് മുന്നിലേക്ക് കയറി നിന്നു. ദൃഷ്ടി മാറ്റാതെയുള്ള നോട്ടത്തിൽ സഹിയിൽ വിറയിലാണ് ഉണ്ടാക്കിയത്. മിത്തു, ഞാൻ വെറുതെ തമാശയ്ക്ക് വിറച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത് കരച്ചിലാണ് നിന്നത്. പോട്ടെ, കരയണ്ട. സത്യമായിട്ട് മിത്തു, ഞാൻ വെറുതെ. അപ്പുവേട്ടൻ പിണങ്ങുമെന്ന് കരുതിയില്ല. സഹ്യ മുഖം പൊത്തി സെറ്റിയിലേക്കിരുന്നു. കരയാതെ, ആരെങ്കിലും കണ്ടാൽ അത് മതി, ഞാൻ നോക്കാം. അപ്പോഴേക്കും ശ്രീ അകത്തേക്ക് കയറി വന്നു. സഹ്യ കരയുന്നു കണ്ടതും വെപ്രാളത്തവൻ ഓടി അരികിലെത്തി. സഹ്യ, മോളെ എന്തു പറ്റി? എന്തിനാ നീ കരയുന്നേ? അവള് ഏങ്ങലടിക്കുന്നതല്ലാതെ ഒരു വാക്കും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവന് ദേഷ്യം വരാൻ തുടങ്ങി. സഹ്യ, നിന്നോടല്ലേ? അവന്റെ ശബ്ദം വല്ലാതെ ഉയർന്നും മിത്തു ഓടിച്ചെന്നന്റെ വായു പൊത്തി. ഒച്ച വെക്കല്ലേ ശ്രീയേട്ടാ, ആരെങ്കിലും ഇത് കേട്ട് ഉള്ളിലേക്ക് വന്ന. അവളുടെ കണ്ണുകൾ വാതിലിലേക്ക് പാഞ്ഞുകൊണ്ട് പറഞ്ഞു. ശ്രീ ഒരു നിമിഷം സ്റ്റക്കായിപ്പോയി. ആദ്യമായാണ് ഇത്രയും അടുത്തവളുടെ മുഖം കാണുന്നത്. ഒരു നിമിഷം ഹൃദയമിടിക്കാൻ മറന്നുപോയി. അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്തും പിടയുന്ന കണ്ണുകളിലും ചുറ്റിത്തിരിഞ്ഞു. കൈക്ക് മുകളിൽ ശ്വാസം വന്ന് തട്ടിയപ്പോഴാണ് ചെയ്ത പ്രവൃത്തി മിത്തു ശ്രദ്ധിക്കുന്നത് തന്നെ. അവള് പെട്ടെന്ന് അവനിൽ നിന്നും പിന്മാറി. സോറി, ഞാൻ പെട്ടെന്ന്. ശ്രീയും ഒരു നിമിഷം എടുത്തു ഒന്ന് മറുപടി വരാൻ. ഇറ്റ്സ് ഓക്കെ, അത് വിട്. ഇവളെന്തിനാ കരയുന്നേ? ശ്രീയുടെ ശ്രദ്ധ പിന്നെയും സഹിയിലെത്തി. അത് പിന്നെ അപ്പേട്ടനോട് തല്ലുണ്ടാക്കി, ആള് പിണങ്ങി, അതിനാ. മിത്തു അവന് കേൾക്കാൻ മാത്രം ഒച്ചത്തിൽ പറഞ്ഞു. ഇവളോ? ഇവൾ കാരണമാണോ ആര്യൻ? ശ്രീയുടെ മുഖം ദേഷ്യത്തിൽ ചുവർന്നു. പ്ലീസ് പ്ലീസ്, ഇനി സാറ് കൂടി വഴക്ക് പറയല്ലേ. മിത്തു പിന്നെയും അവന് മുന്നിൽ പേടിയോടെ നിന്നു. നിന്റെ കയ്യിൽ അവന്റെ നമ്പർ ഉണ്ടോ? ഞാനൊന്ന് വിളിച്ചു നോക്കാം. മിത്തു ഇല്ലെന്ന് തലയാട്ടി. ശ്രീ അവളെ ഒന്നുകൂടെ ചുഴിഞ്ഞു നോക്കി. എന്റെ കയ്യിലുണ്ട്. സഹ്യ അവളുടെ ഫോൺ ശ്രീക്ക് നേരെ നീട്ടി. ആദ്യം അവളുടെ ഫോണിൽ നിന്ന് വിളിക്കാൻ ഓർത്ത് ഇറങ്ങിയെങ്കിലും പിന്നെ എന്തോ ഓർത്തുകൊണ്ട് അവൻ നമ്പർ സ്വന്തം ഫോണിലേക്കാക്കി ഡയൽ ചെയ്തു. തുടർച്ചയായി 3-4 തവണ വിളിച്ചതിന് ശേഷമാണ് ആളെടുത്തത്. ഹലോ ആര്യൻ, ഞാൻ ശ്രീയാണ്. എടോ, സഹ്യ ചുമ്മാ കളിച്ചതാണ്. ഓ ആണോ? ഓക്കെ ആര്യൻ. ഇവർ പറഞ്ഞപ്പോ ഓക്കെ ഞാൻ പറഞ്ഞേക്കാം. അവൻ ഫോൺ കട്ട് ചെയ്തതും അവൻ എന്തു പറഞ്ഞു എന്നുള്ള ആകാംക്ഷ രണ്ടുപേരുടെയും മുഖത്ത് തെളിഞ്ഞുണ്ടായിരുന്നു. നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. അയാൾ നിന്നോട് പിണങ്ങിപ്പോയൊന്നുമല്ല. ആരോ കൂട്ടുകാരെ വിളിച്ചിട്ട് പോയതാ. അല്ലേട്ടാ? ആണെന്നേ, അയാൾ ഓക്കെയാണ്. ഇന്ന് കൂട്ടുകാർക്കൊപ്പം ആവുമെന്ന് പറയാനും പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വാസമാകാതെ സഹ്യം വിത്തും പിന്നെ അവനെ നോക്കി നിന്നു. അപ്പോഴേക്കും പുറത്തു നിന്നവരൊക്കെ അകത്തേക്ക് വന്നു. വിഷയം അപ്പു തന്നെയായിരുന്നു. ആ അങ്കിൾ, അപ്പുവിനെ പറ്റി ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നിട്ടെന്താ മോനെ അവൻ പറഞ്ഞേ? ആന്റി ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. ആര്യനെ അയാൾക്കൊപ്പം വന്ന ഫ്രണ്ട്സ് ആരോ വിളിച്ചിട്ട് പുറത്തേക്ക് പോയതാ. അവിടെ ചെന്നപ്പോ അവരൊക്കെ കൂടി ഇന്ന് അവിടെ കൂടാമെന്ന് പറഞ്ഞു പിടിച്ചു നിർത്തി പോലും. ഓ, അപ്പൊ അതുകൊണ്ട് ഇന്ന് അവൻ വരില്ലേ? മായയുടെ മുഖത്ത് സങ്കടം നിഴലിച്ചു. അത് പിന്നെ രാത്രി എല്ലാവരുടെ പാർട്ടിയൊന്നും മറ്റു പറയുന്ന കേട്ടു. ചിലപ്പോ ഡ്രിങ്ക്സ് പാർട്ടി വല്ലതുമാകും. അങ്ങനെയാളിൽ രാത്രി ഡ്രൈവ് പറ്റില്ലല്ലോ. അതാകും ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞത്. അവസാന വാക്കുകൾ മുഴുവനും മിത്തുവിനെ നോക്കിയാണ് അവൻ പറഞ്ഞത്. അപ്പു, ഡ്രീംസ്. മായ സന്തോഷിനെ നോക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരല്ലേ മായേ, പിന്നെ പുറത്ത് ജീവിച്ചു വളർന്നവരും. സതി അവരെ ആശ്വസിപ്പിക്കുന്ന പോലെ പറഞ്ഞു. എന്നാലും കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ അവരുടെ നോട്ടം പിന്നെയും സന്തോഷിച്ചെന്ന് നിന്നു. ദേവുട്ടാ, മോൻ പോയി അച്ഛന്റെ ഫോണിൽ നിന്നും അപ്പുനെ വിളിച്ച് അമ്മയ്ക്ക് കൊടുത്തേ. അത് വേണോ ആന്റി? അവരവിടെ പാർട്ടി തുടങ്ങിയെന്ന് തോന്നുന്നു. ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. വെറുതെ വിളിച്ചിനി ഡിസ്റ്റർബ് ചെയ്യണോ? ശ്രീയുടെ ചോദ്യത്തിൽ മായ ഒന്നറച്ചു. ഫോൺ തിരികെ ദേവോട്ടിന് നൽകി തുടങ്ങി. പിന്നെയും മനസ്സ് കേൾക്കാത്ത പോലെ ഫോൺ എടുത്ത് വിളിച്ചു. സോറി സന്തോഷങ്ങൾ, ഫ്രണ്ടിന്റെ കോൾ വന്നപ്പോ അവനെ കാണാനേ വന്നതാ. നിങ്ങളെല്ലാം കാര്യം പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് പെട്ടെന്ന് തിരിച്ചു വരാലോ എന്ന് കരുതിയാ പറയാതെ ഇറങ്ങിയേ. പക്ഷെ ഇവിടെ വന്നപ്പോ ഞാൻ പെട്ടു. ഇവര് വിടുന്നില്ലെങ്കിൽ മിക്കവാറും ഇന്ന് രാത്രി ഞാനിവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. മായമ്മയോട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കണേ. അപ്പൂട്ടാ, മോൻ ഇന്ന് വരില്ലേ? മായമ്മയാണോ?
മായമ്മ സത്യമായിട്ടും പെട്ടുപോയോണ്ട. അല്ലെങ്കിൽ ഞാൻ എന്റെ മായമ്മയുടെ അടുത്തൊന്ന് വരാതിരിക്കുമോ? ചിരിച്ചും കൊണ്ടാണ് സംസാരം. പിണക്കമോ മുഷിവോ ഒന്നും ആ സ്വരത്തിലില്ല. സഹ്യ നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ചു. മോനെ, അവിടെ പാർട്ടി വല്ലതുമാണോ? മായ സങ്കോചത്തോടെ ചോദിച്ചു. എന്റെ മായമ്മേ, ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷെ മായമ്മയുടെ അപ്പൂട്ടൻ അതൊന്നും ട്രൈ ചെയ്യില്ല കേട്ടോ. എന്റെ മായമ്മയ്ക്ക് അതുപോരെ. അത് മതി. മായയുടെ മുഖം ക്ഷണം കൊണ്ട് വിടർന്നു. മോനെ, അവിടെ നിൽക്കണമെന്ന് നിർബന്ധമുണ്ടോ? അല്ലേൽ ഇങ്ങി പോന്നൂടെ? എന്റെ മായമ്മേ, ഇനി ഞാൻ ചാകാൻ പോകുന്നെന്ന് പറഞ്ഞാൽ പോലും ഇവന്മാർ എന്നെ ഇവിടുന്ന് വിടില്ല, അതല്ലേ? അപ്പൂ, സോറി. അപ്പൊ ശരി മായമ്മേ, അവര് വിളിക്കുന്നു. ഇനി എന്നെ വിളിച്ചാൽ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. പേടിക്കണ്ടാട്ടോ, ഞാൻ രാവിലെ അങ്ങ് എത്തിക്കോളാം. മായമ്മയുടെ അടുത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ. ലവ് യു മായമ്മ. ആ ശരി മോനെ. മായൻ ടെൻഷനാകുന്ന സന്തോഷത്തോടെ ഫോൺ വെച്ചു. ഇപ്പൊ സന്തോഷായല്ലോ? സന്തോഷ് മായെ നോക്കി ചോദിച്ചതും അതേന്നുള്ള അർത്ഥത്തിൽ അവര് തലകുലുക്കി. നിന്നെ കൊണ്ട് തോറ്റെന്റെ മായെ. അവൻ ഇപ്പോഴും നിന്റെ സാരിത്തുമ്പിലെ ചെക്കനാണെന്നാ നിന്റെ വിചാരം? അച്ചമ്മ ചിരിച്ചുകൊണ്ട് മായെ വഴക്ക് പറയുന്നു നോക്കി നിന്നുപോയി ശ്രീ. അപ്പു അവർക്കൊക്കെ എത്രമാത്രം പ്രിയപ്പെട്ടവരാണെന്ന് ഈ കുറച്ച് നിമിഷങ്ങൾ അവന് മനസ്സിലാക്കി കൊടുക്കാൻ പാകത്തിലുള്ളതായിരുന്നു. ഹോ, ഞാൻ ശരിക്കും പേടിച്ചുപോയി മിത്തു. ശരിക്കും ഞാൻ വിചാരിച്ചു ആള് ഞാൻ പറയുന്ന കേട്ട് ഫീൽ അടിച്ചു പോയതാണെന്ന്. പക്ഷെ പുള്ളിയുടെ ആ ഫോൺ വന്നു എന്ന് പറഞ്ഞ സംഭവം മാത്രം എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. അതെപ്പോഴാകും ഫോൺ വന്നേ? ഇനിയിപ്പൊ ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിപ്പോ ഫോൺ വന്നു കാണുമോ? അവള് ചിന്തയോടെ മിത്തുവിനെ നോക്കി ചോദിച്ചു. അപ്പോഴേക്കും ശ്രീയും മിത്തുവിനെയും സഹിയും ബാക്കിയാക്കി എല്ലാവരും പല വഴിക്ക് പോയിരുന്നു. മിത്തു ഒരു നിമിഷം അവളെ നോക്കി നിന്നു. പിന്നെ ദേവോട്ടിനെ നീട്ടി വിളിച്ചു. എന്താ മിത്തേച്ചി? മോന്റെ കയ്യിലെ ഫോണിൽ അപ്പേട്ടന്റെ നമ്പർ ഉണ്ടോ? ഉണ്ടല്ലോ. മോൻ ആ ഫോൺ ചേച്ചിക്കും തന്നെ. ദേവോട്ടിന്റെ മുറിയിൽ നിന്ന് ഫോൺ ഓടിക്കൊണ്ട് വന്ന് മിത്തുവിനവൻ കൊടുത്തു. എടി, പുള്ളിയെ ഇനി വിളിച്ചാൽ കിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? സഹ്യ അവളെ വിളിക്കുന്നതിൽ നിന്നും തടയും പോലെ ചോദിച്ചു. പക്ഷെ അത് കേൾക്കാതെ മിത്തു ആ നമ്പർ ഡയൽ ചെയ്തു. ഫുള്ള് റിങ് പോയിട്ടും അവിടെ ഫോൺ എടുത്തില്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. ശരിയാ ദേവ, അയാൾ ഫ്രണ്ട്സിന്റെ ഒപ്പം തിരക്കിലായി കാണും. ശ്രീയും അനിയത്തിയെ ന്യായീകരിച്ചു. അവനെ കേട്ട് ഫോണിലേക്ക് ഒരിക്കൽ കൂടി നോക്കിയതും കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്തു. ആ പാട്ട് കേട്ടുകൊണ്ട് അവൾ ആ ഫോണിലേക്ക് നോക്കി. ആ റിങ് തീരെ മുന്നേ തന്നെ മിത്തു കോൾ അറ്റൻഡ് ചെയ്തു. അപ്പേട്ടാ. നേർത്ത സ്വരമായി എത്തിയ നിശ്വാസത്തെ പേര് ചൊല്ലി അവൾ വിളിച്ചു. തിരിച്ചു വരുമോ? ഇടറി തുടങ്ങും മുന്നേ പിടഞ്ഞു വീണ അക്ഷരങ്ങൾ. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്ത എൻ്റെ കൂട്ടുകാർക്ക് കഥ ഉറപ്പായും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ. കഥ മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. നമുക്ക് അപ്പുവിൻ്റെയും മിത്തുവിൻ്റെയും കൂടെ കൂടാം. അപ്പോൾ നന്ദി.